സഭയ്ക്ക് ഇരിക്കാം. ഏറ്റവും ബഹുമാനമുള്ള റവറൻ ജോൺ പ്രസാദ് സഭാ സെക്രട്ടറി, സഭാ കമ്മിറ്റി അംഗങ്ങൾ, സഭാ വിശ്വാസികളെ, പൂവച്ചൽ CSI സഭയുടെ ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ സഭയിൽ കടന്നു വന്നിരിക്കുന്നത്. എന്നോടൊപ്പം ദേവാലയ നിർമ്മാണ കമ്മിറ്റിയുടെ അംഗങ്ങളുണ്ട്, സൺഡേ സ്കൂൾ സെക്രട്ടറി ഉണ്ട്, അതുപോലെ ശ്രീജനസഖ്യം സെക്രട്ടറി ഉണ്ട്, അതിൻ്റെ പ്രവർത്തകരുണ്ട്. അങ്ങനെ ഞങ്ങളൊരു ടീമായിട്ടാണ് നിങ്ങളുടെ ദേവാലയത്തിലേക്ക് ഇന്ന് കടന്നു വന്നത്. പൂവച്ചൽ CSI സഭയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ പാരമ്പര്യമുള്ള, കാലപ്പഴക്കം ചേർന്ന വളരെ പുരാതനമായ ഒരു ദേവാലയമാണ് പൂവച്ചൽ CSI ദേവാലയം. അതിൻ്റെ കേടുപാടുകൾ കാലാകാലങ്ങളിൽ പുതിയ ചെറിയ ദേവാലയങ്ങൾ വച്ചുവെങ്കിലും ഒന്നിച്ചിരുന്ന് ആരാധിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള മനോഹരമായ ഒരു ദേവാലയം ഏകദേശം 7 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ഈ സഭയിലെ ശുശ്രൂഷകനായിരിക്കുന്ന റവറൻ ജോൺ പ്രിൻസകുമാർ അച്ഛൻ്റെ നേതൃത്വത്തിലാണ് തറക്കല്ലിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. വളരെയധികം പണികൾ ഇതിനകം തന്നെ സ്പീഡായിട്ട് ചെയ്തു തീർക്കുവാൻ കഴിഞ്ഞു. ആ സമയത്താണ് നമ്മുടെ ലോകത്തിന് തന്നെ ഭീഷണിയായിരുന്ന കോവിഡ് മഹാമാരി ഉണ്ടാവുകയും അതിന് ഏകദേശം 2 വർഷക്കാലം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ മേൽക്കൂരയുടെ പണികളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ആരാധന നടത്തുന്നത് അടുത്തുള്ള ചെറിയൊരു കമ്മ്യൂണിറ്റി ഹാളിലാണ്. അതുപോലെ പുറകു ഭാഗത്തെ ടവറിൻ്റെ പണികളുമെല്ലാം തീർന്നു കഴിഞ്ഞു, അതെല്ലാം ഫിനിഷായി കഴിഞ്ഞു. മുൻഭാഗത്തെ ടവറെല്ലാം വാർത്തു കഴിഞ്ഞു. ഇനി നമുക്ക് മുൻഭാഗത്തെ ടവറിൻ്റെ മറ്റു പണികളും അതുപോലെ അൽത്താരയുടെ പണിയും തറയുടെ പണിയും വയറിങ് ഇങ്ങനെ തുടങ്ങി ജനൽ വാതിലൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള പണിയും ഒന്നിച്ച് ചെയ്ത് തീർക്കേണ്ട പണിയാണ്. അപ്പോൾ ഒന്നിച്ച് നല്ലൊരു തുക ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയൊരു പ്രോജക്റ്റുമായി ഞങ്ങളുടെ ബിൽഡിംഗ് കമ്മിറ്റി മുന്നോട്ട് വന്നത്. ഒരു ഭാഗ്യധാര നറുക്കെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു 4000 കൂപ്പണുകൾ അടിക്കുകയും അത് ഒരു കൂപ്പൺ 500 രൂപയാണ് ഒരു കൂപ്പണിൻ്റെ വില. ഇനി 5 മാസം സമയമുണ്ട്. നവംബർ മാസം 10-ാം തീയതിയാണ് അതിൻ്റെ നറുക്കെടുപ്പ് നടത്തുന്നത്. ഈ സഭ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊന്നിച്ച് സഹകരിക്കുന്ന സഭയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സഭയുടെ പണിയുടെ ഈ സഭയുടെ നിർമ്മാണ സമയത്തും പൂവച്ചൽ CSI സഭയുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ തന്നെ തുകകൾ നൽകണമെന്നില്ല. ആരാധന കഴിഞ്ഞ ശേഷം എല്ലാവരും ഈ സംരംഭത്തിൽ സംബന്ധിക്കണം. ദേവാലയം കൂട്ടായിട്ട് നമുക്ക് പണിയുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭമാണ്. എല്ലാ കുടുംബങ്ങളും ഇതിൽ സഹകരിക്കണം എന്നാണ് പ്രാർത്ഥനയോടുകൂടെ ഞാൻ അപേക്ഷിക്കുന്നത്. കഴിയുന്നവർ കൂടുതൽ കൂപ്പൺ എടുക്കുകയും ഒരു കൂപ്പണെങ്കിലും എടുത്ത് എല്ലാ കുടുംബങ്ങളും ഇതിൽ സഹകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ പ്രദേശത്ത് സംബന്ധിച്ച് ക്രിസ്ത്യാനികളായ ആൾക്കാർ വീടുകൾ വളരെ ചുരുക്കമാണ്, 1-2 വീടുകളാണുള്ളത്. മറ്റ് ജാതികളുടെ മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ദേവാലയമാണ്. വളരെ മനോഹരമായിട്ടാണ് അതിൻ്റെ പണികൾ ചെയ്തു വരുന്നത്. ആ ദേശത്ത് ഒരു വിളക്കായി ശോഭിക്കുന്നതിന് വേണ്ടി സഭയുടെ കെട്ടുപണിക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ എല്ലാ സഭാവിശ്വാസികളും പങ്കെടുക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി അറിയിച്ചു കൊള്ളുകയാണ്. മറ്റൊരു ഉത്തരവാദിത്വം കൂടെ അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തേക്ക് ആവശ്യമായ തിരുവചനം കൂടെ നൽകുന്നതിന്, വേദപുസ്തക ചിന്തകൾ ധ്യാനിക്കുന്നതിനുള്ള ഒരു അവസരം കൂടെ എനിക്ക് നൽകി. ഈ അവസരം നൽകിയ ബഹുമാനമുള്ള അച്ഛനും അതുപോലെ സഭാ കമ്മിറ്റിക്കും ഞാൻ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുകയാണ്. ഇന്നത്തേക്ക് നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ചിന്ത, നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ശിഷ്യത്വത്തിൻ്റെ വില എന്നതിനെക്കുറിച്ചാണ്. കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന ഒരു
മഹത്തായ ഒരു വിഷയമാണ് ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായിട്ട് എടുത്തിരിക്കുന്നത്. അതിനാധാരമായ വേദഭാഗങ്ങളാണ് നാം സുവിശേഷ ഭാഗങ്ങളിലും അതുപോലെ പഴയ നിയമഭാഗത്തും സങ്കീർത്തനത്തിലൂടെയും ഒക്കെ നാം വായിച്ചിരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ക്രിസ്തുവിനെ പിന്തുടരുന്നതിനുള്ള വിധിയാണ് ക്രിസ്തീയ ശിഷ്യത്വം എന്ന് നമുക്ക് ഈ വേദഭാഗങ്ങളിലൂടെ മനസ്സിലാക്കുന്നതിന് കഴിയുകയാണ്. ഇത് ഈ ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്നത് ഏറെ ചുമതലകൾ നിറഞ്ഞതും വൈവിധ്യമാർന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടതുമായ ഒരു ശുശ്രൂഷയാണ് ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്നത്. നമ്മുടെ പ്രവൃത്തി കൊണ്ടായാലും നമ്മുടെ ജീവിതം കൊണ്ടായാലും ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നത് ആണ് ക്രിസ്തീയ ദൗത്യം എന്ന് പറയുന്നത്. ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ മഹത്തായ ഒരു ദൗത്യം. യഥാർത്ഥ ഗുരുവിൻ്റെ കീഴിൽ അറിവ് പകരുന്നതിനോടൊപ്പം ശരിയായ ദിശാബോധം തെളിയിക്കുകയാണ് ഈ യഥാർത്ഥ ഗുരു ചെയ്യുന്നത് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ മനസ്സിലാക്കുന്നതിന് കഴിയുകയാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് നാം കേട്ട് പഠിക്കുക ഗുരു എന്ന ഒരു പദം. അറിവ് പകർന്നു നൽകുന്നവൻ, വെളിച്ചം പകർന്നു നൽകുന്നവൻ എന്നൊക്കെ ഗുരുവിനെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. എഴുത്തും വായനയും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഗുരുകുല സമ്പ്രദായം നിലവിലിരുന്ന കാലഘട്ടത്തിൽ ഗുരുവിനോട് ഒന്നിച്ച് താമസിച്ച് ഗുരു പറയുന്ന വാക്കുകൾ അതുപോലെ അനുസരിച്ച് ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടുപഠിച്ച് ഒരു ഗുരുവായി തന്നെ ശിഷ്യൻ മാറുക എന്നുള്ളതാണ് ഗുരുകുല സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. എഴുത്തും വായനയും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ സമാനമായ രീതിയിലാണ് ക്രിസ്തുവിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിച്ചിരുന്നത്. ക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെ, ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ എല്ലാം അവർ ക്രിസ്തുവിനെ ഗുരുവായി സ്വീകരിച്ച് അതിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ചവരാണ് എന്ന് നമുക്ക് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുന്നതിന് കഴിയുകയാണ്. ഒന്നാമതായി നാം ചിന്തിക്കുമ്പോൾ ക്രിസ്തീയ മൂല്യങ്ങളിൽ അടിയുറച്ചതാകണം ശിഷ്യത്വം എന്നുള്ളതാണ്. ക്രിസ്തീയ മൂല്യങ്ങളിൽ അടിയുറച്ചതാകണം നമ്മുടെ ശിഷ്യത്വം. എന്നാൽ മാത്രമേ ശിഷ്യത്വത്തിൻ്റെ വില നമുക്ക് മറ്റുള്ളവരുടെ ഇടയിൽ കാണിക്കുന്നതിന് കഴിയുള്ളൂ. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 11 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തീയ മൂല്യങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും മുറുകെ പിടിക്കുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് എന്ന് വേദപുസ്തകത്തിൽ ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദാനിയേലിന്റെ ജീവിതത്തിൽ ദൈവവിശ്വാസവും മൂല്യങ്ങളും മുറുകെ പിടിച്ചപ്പോൾ നൽകേണ്ടി വന്ന ഒരു വലിയ വിലയെക്കുറിച്ചാണ് പഴയ നിയമ പാഠഭാഗത്ത് അവിടെ പ്രതിപാദിക്കുന്നത്. രാജാവിനെ നമസ്കരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ജീവൻ അപകടത്തിലായാലും തൻ്റെ സ്വപ്നങ്ങളെല്ലാം അസ്തമിച്ചു പോയാലും താൻ മുറുകെ പിടിച്ച വിശ്വാസവും മൂല്യങ്ങളും വിടാതെ അവിടെ ദാനിയേൽ കാത്തു സൂക്ഷിക്കുകയാണ്. ദാനിയേലിന്റെ ജീവിതത്തിലുള്ള ചില മൂല്യങ്ങളാണ്, ക്രിസ്തീയ മൂല്യങ്ങളാണ് അവിടെ താൻ പഠിച്ച മൂല്യങ്ങൾ, താൻ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച മൂല്യങ്ങൾ, താൻ അറിഞ്ഞ മൂല്യങ്ങൾ, ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച മൂല്യങ്ങൾ ദാനിയേൽ അവിടെ പ്രകടമാക്കുക. താൽക്കാലികമായ ഉയർച്ചയ്ക്ക് ദാനിയേൽ അവിടെ പ്രാധാന്യം നൽകുന്നില്ല എന്ന് നമുക്ക് ഈ വേദഭാഗത്തിൽ മനസ്സിലാക്കുന്നത് കഴിയുകയാണ്. ദൈവത്തേക്കാൾ പ്രാധാന്യം മറ്റൊന്നിനുമില്ല എന്നൊരു തത്വം അവിടെ ദാനിയേൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ജീവിതത്തിൻ്റെ ഏത് ഉയർച്ചയിലും ഏത് താഴ്ചയിലും ദൈവത്തെ ഉപേക്ഷിക്കാതിരിക്കുവാൻ ദാനിയേൽ അവിടെ കാണുന്നതായിട്ട് നമുക്ക് അറിയുകയാണ്. മരണം മുഖാമുഖം കണ്ടിട്ടും വിശ്വാസം കൈവിടാതെ വിശ്വാസം കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയായിട്ടാണ് ദാനിയേലിനെ ആ ഭാഗത്ത് നമുക്ക് കാണുന്നത്. ആധുനിക ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങളും അതുപോലെ ധനലാഭ ലബ്ധിക്ക് വേണ്ടി മൂല്യങ്ങൾ നാം പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. മൂല്യങ്ങൾക്ക് നാം പഠിച്ച മൂല്യങ്ങളും അല്ലെങ്കിൽ നാം വേദഭാഗത്ത് നിന്ന് അറിഞ്ഞ മൂല്യങ്ങളെയും ചിലപ്പോഴെങ്കിലും നമ്മുടെ താൽക്കാലികമായ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി നാം നമ്മുടെ മൂല്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ് നമ്മുടെ സഭകളിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ നമ്മുടെ ഭവനങ്ങളിലുമൊക്കെ നമുക്ക് മൂല്യച്യുതി ഉണ്ടാകുന്നത് എന്ന് ഈ ദാനിയേലിൻ്റെ ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നതിന് കഴിയുകയാണ്. രണ്ടാമതായി നാം ചിന്തിക്കുമ്പോൾ ശിഷ്യത്വം ക്രിസ്തുവിനെ അനുഗമിക്കുവാനുള്ള ഒരു വിളിയായിട്ട് നമുക്ക് ലേഖന വേദഭാഗം 2 കൊരിന്ത്യർ 6:1 മുതൽ 10 വരെയുള്ള വചനങ്ങളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ശിഷ്യത്വം ക്രിസ്തുവിനെ അനുഗമിക്കാനുള്ള ഒരു
വിളിയായിട്ട് നമുക്ക് അവിടെ കാണുകയാണ്. ക്രിസ്തുവായി തീരുക എന്നത് തന്നെയാണ് ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണത. ഒരു ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയാകുമ്പോൾ ഗുരുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് ശിഷ്യത്വത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ഒരു ശിഷ്യൻ ഗുരുവായി തന്നെ മാറുക. തൻ്റെ ജീവിതത്തിലൂടെ സുവിശേഷത്തിനോ ക്രിസ്തുവിനോ സഭയ്ക്കോ ഒരു അപകീർത്തിയും സംഭവിക്കാതിരിക്കുവാൻ പൗലോസ് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ സഭയ്ക്ക് ക്രിസ്തു ശിഷ്യരായി മാറുവാൻ കളങ്കമില്ലാതെയും കുറ്റമറ്റ ജീവിതം നയിച്ചാൽ മാത്രമേ നമുക്ക് ക്രിസ്തു ശിഷ്യരായി മാറുവാൻ, ശിഷ്യത്വം സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് പൗലോസ് ആ ഭാഗത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്ഷമയോട് കൂടിയ പ്രവർത്തനം, അനുകമ്പ, വിശുദ്ധി, നിസ്വാർത്ഥ സ്നേഹം, സത്യസംഭാഷണം ഇവയെല്ലാം ഒരു ഉത്തമനായ ശിഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനത്തിൽ വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുമാത്രമല്ല, നമ്മുടെ താലന്തുകൾ, വ്യത്യസ്തങ്ങളായ താലന്തുകൾ ദൈവം തൻ്റെ ശിഷ്യർക്ക് നൽകിയിട്ടുണ്ട് എന്ന് പൗലോസ് കൊരിന്ത്യ സഭയോട് ആവർത്തിച്ച് പറയുന്നത് തുടർന്നുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് കഴിയും. വിവിധ താലന്തുകൾ നൽകിയിട്ടുണ്ട്. ഒരു താലന്ത് മറ്റേ താലന്തിനേക്കാൾ മികച്ചതല്ല, ശ്രേഷ്ഠമല്ല. എനിക്ക് കിട്ടിയ താലന്താണ് വലുത് എന്ന് ഞാൻ ഒരു പക്ഷേ വിചാരിക്കുവാൻ പാടില്ല. എല്ലാ താലന്തുകളും വിലപ്പെട്ടതാണ്. വ്യത്യസ്തങ്ങളായ താലന്തുകൾ ഒന്നിച്ച് ചേരുമ്പോഴാണ്, ഐക്യത്തോടുകൂടെ പ്രവർത്തിക്കുമ്പോഴാണ് സഭയായാലും സമൂഹമായാലും ഒരു വീടായാലും വളർന്നു വരും. വിവിധ താലന്തുകൾ ഉള്ളവരാണ്, വിവിധ താലന്തുകൾ ഉള്ളവരായിട്ടാണ് ക്രിസ്തു നമ്മെ ജനിപ്പിച്ചിരിക്കുന്നത്. ആ താലന്തുകളെല്ലാം കൂടെ ഒന്നിച്ച് ചേരുമ്പോൾ, നാം ഐക്യത്തോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സഭകൾ, നമ്മുടെ സമൂഹം എല്ലാം ഉത്തമമായ ഒരു സമൂഹമായി വളർന്നു വരുവാൻ കഴിയും എന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമതായി നാം ചിന്തിക്കുമ്പോൾ ശിഷ്യത്വം എന്നത് ക്രൂശ് വഹിക്കുന്നതിനുള്ള ഒരു വിളിയായിട്ട് നമുക്ക് അവിടെ ആ ഭാഗത്ത് കാണാൻ കഴിയുകയാണ്. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വേദഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ ശിഷ്യത്വം എന്നത് കഷ്ടതകൾ നിറഞ്ഞതാണ്, യാതനകൾ നിറഞ്ഞ ഒരു ജീവിതമാണ് എന്ന് നമുക്ക് ആ ഭാഗത്ത് കാണുകയാണ്. കർത്താവിൻ്റെ മഹത്വത്തിൽ വലത്തും ഇടത്തും ഇരിക്കുവാൻ വേണ്ടി വരം ചോദിച്ചു വന്ന സെബദി പുത്രന്മാരായ യാക്കോബിനോടും യോഹന്നാനോടും ശിഷ്യത്വത്തിൻ്റെ വിലയെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാനുമായി കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അത്ര വിലപ്പെട്ടവനാണ് കർത്താവ്. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുമ്പോൾ ഒരുപക്ഷെ സുഖകരമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കണമെന്നില്ല. ജീവിതത്തിൽ നമുക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടായേക്കാം. പാനപാത്രങ്ങൾ നിറഞ്ഞതാണ് ജീവിതം. ആ ജീവിതത്തിൽ നിന്ന് കരകയറി വരുവാനാണ്, പ്രതിസന്ധികളെ തരണം ചെയ്യുവാനാണ് നാം യേശുക്രിസ്തുവിലേക്ക് ആശ്രയിക്കുന്നത്. ആ ആശ്രയം ഒരുപക്ഷെ നമ്മുടെ ജീവിത വിജയത്തിനും നമ്മുടെ ജീവിതത്തിൻ്റെ അനുദിനമുള്ള പ്രവർത്തനങ്ങൾക്കും ഒരു വിജയമായിട്ട് നമുക്ക് കഴിയും. അധികാരങ്ങളും സ്ഥാനമാനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ശിഷ്യത്വവും പരാജയമാണെന്ന് ക്രിസ്തു ആ ഭാഗത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മർക്കോസ് വിശേഷകൻ പ്രത്യേകമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അധികാരങ്ങളും സ്ഥാനമാനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ശിഷ്യത്വം പരാജയത്തിന് കാരണമാകുന്നു എന്നാണ്. ഇന്ന് നമ്മുടെ പരാജയങ്ങൾക്കുള്ള കാരണം ഒരുപക്ഷെ അതുതന്നെയായിരിക്കാം. അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ മൂല്യങ്ങളും നാം പഠിച്ച കാര്യങ്ങളുമെല്ലാം ഒരു നിമിഷം ഉപേക്ഷിക്കുകയാണ്. നമ്മുടെ സഭകളുടെ തലപ്പത്തുമൊക്കെ ഒരുപക്ഷെ ഈ അധികാരങ്ങളും സ്ഥാനമാനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ശിഷ്യത്വമാണ് പരാജയങ്ങൾക്ക് കാരണമെന്ന് നമുക്ക് ആ ഭാഗം മർക്കോസ് വിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള പാഠഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് കഴിയുകയാണ്. ശരിയായ ശിഷ്യത്വം നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി നമുക്ക് അനുഭവം. ഏകാന്തതയുടെ തുരുത്തിൽ നിന്ന് കൂട്ടായ്മയുടെ ശീതള ചാതയിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ ദൈവം കൈപിടിച്ച് ഉയർത്തും. കുട്ടികളുടെ നാം ശിഷ്യത്വത്തിലൂടെ വളർന്നു വരുന്ന ഒരു കുട്ടിയുടെ കാര്യം തന്നെ നാം നോക്കിയാൽ അവൻ ജ്ഞാനവും വിവേകവും ലഭിച്ച കുട്ടിയായിട്ട് വളർന്നു വരും എന്നതിൽ സംശയമില്ല.
ഉയരത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ജ്ഞാനം അവിടെ ലഭിക്കുന്നതായിട്ട് നമുക്ക് വേദഭാഗങ്ങളിൽ കാണാൻ കഴിയും. അപ്പനെ അല്ലെങ്കിൽ മകനെ അപ്പന്റെ പ്രബോധനം കേൾക്കാൻ അമ്മയുടെ ഉപദേശം മറന്നു പോകരുത് എന്നുള്ള ആ ഒരു ഉപദേശം, ശിഷ്യത്തിന്റെ ഉപദേശം സ്വീകരിക്കുന്ന ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അവർ ജീവിതത്തിൽ മിടുക്കനായ കുട്ടിയായിട്ട് മാറും. കുട്ടികൾ ഇറങ്ങുന്ന വഴികൾ വളരെ ദുർഘടമായ വഴികളാണ്. ഇന്നത്തെ വഴികൾ, ജീവിത സാഹചര്യങ്ങൾ എല്ലാം വളരെ ദുർഘടമാണ്, പ്രലോഭനങ്ങൾ നിറഞ്ഞതാണ്. ആ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ കുട്ടികളെ ദൈവിക പാതയിൽ വളർത്തുമ്പോൾ, ശരിയായ പാതയിൽ വളർത്തണമെങ്കിൽ ക്രിസ്തീയ ശിഷ്യത്വം നാം സ്വീകരിച്ച് നമ്മുടെ ഉപദേശങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പകർന്നു കൊടുക്കണം. നമ്മുടെ കുട്ടികൾ നല്ല സ്വഭാവ ഗുണമുള്ള കുട്ടികളായി മാറുമ്പോൾ അവർ പഠനത്തിൽ ഉന്നതരായി മാറും. പഠനത്തിൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുമ്പോൾ അവർ ഔദ്യോഗിക മേഖലകളിൽ ഉയർന്ന ജോലികൾ സമ്പാദിക്കുന്നതിന് നമ്മുടെ കുട്ടികൾക്ക് അവസരമുണ്ടാകും. ഈ ഒരു വലിയൊരു ദൗത്യം നമ്മുടെ രക്ഷിതാക്കൾക്കും സഭയ്ക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും അതുപോലെ ഭരണാധികാരികൾക്കും ഈ ഒരു ദൗത്യം കൊടുത്താൽ മാത്രമേ പുതിയൊരു നല്ല തലമുറയെ നമുക്ക് വാർത്ത് എടുക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് കഴിയുന്നത്. ആപരാധിപ്പെടാതെ തന്നെ നമുക്ക് ദൈവത്തെ എല്ലാ സമയവും സ്തുതിച്ചു കൊണ്ടിരിക്കാം. പരാതികളൊന്നുമില്ലാതെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവമേ, എന്നെ അങ്ങയുടെ ശിഷ്യനാക്കി മാറ്റണമേ, അങ്ങയുടെ ശിഷ്യത്വം എനിക്ക് തരണമേ, അതിലൂടെ എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ നല്ലൊരു മനുഷ്യനാക്കണമേ, ഇതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു പുതിയൊരു ജീവിതം എനിക്ക് നൽകണമേ, എൻ്റെ ജീവിതത്തിന് നിരന്തരം പുതുക്കം വരുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവിക മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നിസ്വാർത്ഥതയായ ശിഷ്യന്മാരായി പ്രവർത്തിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കണ്ണുകളെ അടച്ച് ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗ്ഗസ്ഥ ദൈവമേ, കർത്താവേ, ഞങ്ങൾ വചനത്തെക്കുറിച്ച് അല്പസമയം ചിന്തിക്കുന്നതിനിടയായി അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ സമൂഹത്തിൽ നല്ല മനുഷ്യരായി വളർന്നു വരുവാൻ, ഞങ്ങളുടെ ദുഷ്ടചിന്തകൾ ഇല്ലാതാക്കുവാൻ, ക്ഷമയോടുകൂടെ മറ്റുള്ളവരോട് ഇടപെടുവാൻ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശിഷ്യത്വത്തിലേക്ക് ഞങ്ങളെ അവിടെ വിളിക്കണമേ എന്ന് യാചിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ ധന്യരായ മനുഷ്യരാക്കി മാറ്റണമേ എന്ന് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവ്.